ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം വേറൊന്നുമല്ല, ഞാനൊന്ന് സിഡ്നി വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ചെറിയ ആവശ്യമായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും ട്രെയിന് ക്യാൻസലായി. പിന്നെ നമുക്ക് അവിടെ നിന്ന് ബസ്സായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് ഡ്രൈവർ എടുക്കേണ്ട ടൈമിന് ബസ് കൊടുത്തു. ഞങ്ങളവിടെ നിന്ന് സിഡ്നിക്ക് ഞങ്ങളല്ല, ഞാൻ മാത്രമാണ്. ഞാനൊരു ആവശ്യമായിട്ട് സിഡ്നിക്ക് പോകണത്. എത്തുമ്പോഴത്തേക്കും പറയാം. ഞാൻ സിഡ്നിക്ക് ഇവിടെ നിന്ന് ഒരുപാട് പ്രാവശ്യം സിഡ്നിക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ പോകുന്നത്. കാര്യം ഇതിന് മുന്നേയൊക്കെ ഞാൻ ട്രെയിനിന് പോയിട്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് വരികയാണ്, എന്തെങ്കിലും ആവശ്യമായിട്ട് പോയിട്ട്. അങ്ങനെയാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ബസ്സിന് പോകുന്നത്. അങ്ങനെ ബസ്സിൻ്റെ സൈഡ് സീനൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ട്രെയിൻ ക്യാൻസൽ ആയതെന്ന് പറഞ്ഞാൽ, നോർമൽ ക്ലൈമറ്റ് ഓവർ ഹീറ്റ് ആയത് കൊണ്ടാണ് ട്രെയിൻ ക്യാൻസൽ ചെയ്ത് ബസ് ആക്കിയത്. ബസ്സിൽ വലിയ ആളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് വാരീസ് പീക്ക് വരെ ആണ് ബസ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ ട്രെയിൻ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ട്രെയിനിൽ കയറി ട്രെയിനിൻ്റെ സീനറിയൊക്കെ കണ്ട് കാര്യം ഞാൻ ട്രെയിനിൽ ഒരുപാട് പ്രാവശ്യം സിഡ്നിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അതായത് ട്രെയിനിൽ പോകുന്നത് എനിക്ക് വലിയ പുതുമയായിട്ട് തോന്നിയില്ല. പക്ഷേ ബസ്സായിരുന്നെന്നാണ് ഞാൻ കരുതിയത് അങ്ങറ്റം വരെ. പക്ഷേ എനിക്കെന്തുകൊണ്ടും ബസ്സിനെക്കാട്ടിയും ട്രെയിനാണ് ഇഷ്ടപ്പെട്ടത്. വേറെ ഒന്നുമല്ല, ബസ് എന്താ പറയുക, ഇരുന്ന് നല്ലതായിട്ട് പ്രോബ്ലം ആയിട്ടുണ്ട്. ഒന്നാമത് എനിക്ക് നടുവിൻ്റെ ഇഷ്യൂ ഉള്ളതാണ്. എന്തായാലും അവിടെ നിന്ന് ട്രെയിനായി കിട്ടിയത് നന്നായി. കാര്യം 8 മണിക്കൂറുണ്ട് നമുക്ക് മോറീന് സിഡ്നിക്ക് പോകാൻ വേണ്ടി ട്രെയിനായാലും ബസ്സായിരുന്നാലും. ബസ്സാണെങ്കിൽ പിന്നെയും ലേറ്റാവും. സോ ട്രെയിനാണെങ്കിൽ 8 മണിക്കൂറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കിട്ടിയതുകൊണ്ട് ട്രെയിനിൽ കയറി. നമ്മുടെ ട്രെയിനിൻ്റെ സൈഡ് കാഴ്ചകളൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് കാണാൻ. ഫുള്ള് കാടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ട് ഗുഡ്സ് ട്രെയിനൊക്കെ പോകുന്നതൊക്കെ കണ്ട് അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫേസ്ബുക്ക് മാർക്കറ്റിലൊരു 1-2 സാധനങ്ങളൊക്കെ തപ്പി. അങ്ങനെ എനിക്കൊരു എന്താ പറയുക, പ്രൊജക്ടർ കിട്ടിയായിരുന്നു. പ്രൊജക്ടർ അത് ഒറിജിനൽ പ്രൈസ് വന്നിട്ട് അറൗണ്ട് $100 എന്തോ ആയിരുന്നു. അതെനിക്കൊരു സെക്കൻഡ്സിൽ ഒരു 1 മന്ത് യൂസ് ചെയ്തത് എനിക്ക് $50 കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ഡീല് കംപ്ലീറ്റ് ചെയ്തു. നേരെ സിഡ്നി പോയി അതെടുക്കാമെന്ന് ആദ്യം കരുതി. അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അത് ഡീൽ ചെയ്തു ഈ ഒരു ഗ്യാപ്പിൽ. കാര്യം ഫുള്ള് ബോറാണ് ഈ 8 മണിക്കൂർ ട്രെയിനിൽ ഇരുന്ന് പോകുക എന്നുള്ളതെന്ന് പറഞ്ഞൊരു മടുപ്പ് പിടിച്ചൊരു പരിപാടി തന്നെയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, നമ്മുടെ സൈഡ് കാഴ്ചകളൊക്കെ കണ്ട്. കാര്യം ഈ സിഡ്നിക്ക് പോകുന്ന സമയത്ത് നമ്മൾ എറൗണ്ട് സിഡ്നി എത്തുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ്. കാര്യം കപ്പലും ബോട്ടും ഒക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു പ്ലേസിൽ കൂടി, അതിൻ്റെ മുകളിൽ കൂടി, ആ മലയുടെ മുകളിൽ കൂടിയാണ് നമുക്ക് ട്രെയിൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പോലെ, സൈഡിൽ കാണുന്നത് പോലെയാണ്. അത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അറൗണ്ട് രാവിലെ 8 മണിക്ക് കയറിയതാണ്. അറൗണ്ട് 4:30ക്കാണ് സിഡ്നി പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും ഒരു 4:45 എത്തുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ 4:45 സിഡ്നി എത്തി. അപ്പോൾ അടുത്ത് സിഡ്നി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളൊരു ഡീല് കംപ്ലീറ്റ് ചെയ്തല്ലോ, ഒരു പ്രൊജക്ടറിൻ്റെ. അപ്പോൾ ഞാൻ പ്രൊജക്ടർ പിന്നീട് കാണിച്ചു തരാം. അപ്പം പ്രൊജക്ടർ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നേരെ അവിടെ നിന്ന് മെട്രോ എടുത്തു. മെട്രോ എടുത്തു. അവിടെ നിന്ന് നേരെ അവർ പറഞ്ഞ സ്ഥലത്ത് പോയി പ്രൊജക്ടർ അങ്ങ് വാങ്ങി. പ്രൊജക്ടർ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സിഡ്നിക്ക് വന്നത് എന്താണെന്ന് പറയാം. സിഡ്നിക്ക് വന്നത് ഞാനൊരു കാർ എടുക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞ് ഞാൻ കാറ് വാങ്ങിക്കാൻ വന്നതല്ല. എൻ്റെ ചേച്ചിയുടെ കാറ് പുള്ളി നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം സിഡ്നിയിൽ ഞാനൊന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടിട്ടിരിക്കണം 1 മാസം. കാര്യം അല്ലെങ്കിൽ പിന്നെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പോകാൻ നല്ല എമൗണ്ട് ആവും. അപ്പോൾ അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടി ഞാൻ സിഡ്നിക്ക് വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് മെട്രോ പിടിച്ച് പുള്ളി കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഈ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പോയി എടുക്കും. കാറ് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ മെട്രോ എടുത്ത് പോയി. നമുക്കിവിടെ മെട്രോ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യണത്. ഇതേപോലെ ടാപ്പ് ചെയ്ത് കയറാം. എക്സിറ്റ് ആകുമ്പോഴത്തേക്കും ടാപ്പ് ചെയ്ത് ഇറങ്ങിയാൽ മതി. അങ്ങനെ നമ്മളെ കാർ ഇവിടെ കിടപ്പുണ്ട്. വേനു ആണ്, ചേച്ചിയുടെ കാറാണ്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഞാനും കാറെടുത്തത്. കാര്യം വൈഫിന് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ട കാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും ഇത് തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ ഇതെടുക്കാൻ വേണ്ടിയാണ് മോറീന് സിഡ്നി വരെ വന്നത്. ഇനി എഗെയിൻ തിരിച്ച് മോറിക്ക് പോകണം. അപ്പം എൻ്റെ ഈ ആഴ്ചത്തെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അറൗണ്ട് 8 മണിക്കൂർ മോറി ടു സിഡ്നിന്ന് അഗെയിൻ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകണം. അറൗണ്ട് 750 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അറൗണ്ട് 7-7.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സോ ത്രൂ ഔട്ട് ഒരിടവും സ്റ്റോപ്പ് ചെയ്യാതെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് ഒറ്റ പോക്കാണ്.
ഇപ്പം കാര്യം ഇങ്ങനെ ചവിട്ടി വിട്ടാലേ ഒരു 100-110 ചവിട്ടി വിട്ടാലേ 3 മണിക്ക് നേരം വിളക്കുന്നതിന് മുന്നേ ഒരു മോർണിംഗ് 3 മണിക്ക് എനിക്ക് വീട്ടിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഒരേ പോക്ക്, ഒറ്റ മൈൻഡ്. അങ്ങനെ ഫൈനലി വീടെത്തി. എന്താ പറയുക, ഒരു മടുപ്പ് തോന്നി. പക്ഷേ ഡ്രൈവിങ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഒരു മടുപ്പ് എനിക്ക് തോന്നാറില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സിഡ്നി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം കാർ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ സിഡ്നിക്ക് പോയതെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് കാർ വാങ്ങിയതല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.